ദേശീയ ഗീതമാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. സംസ്ഥാന മന്ത്രിസഭ അധികാരമേറ്റ സമയത്തും ഇപ്പോൾ ബഡ്ജറ്റിന് മുന്നോടിയായുള്ള നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പും വന്ദേമാതരം പൂർണ്ണതോതിൽ ആലപിച്ചത് വലിയ തരത്തിലുള്ള ചർച്ചയായി മാറുകയാണ്. സത്യപ്രതിജ്ഞാവേളയിൽ ദേശീയ ഗീതം പൂർണ്ണതോതിൽ ചൊല്ലിയത് BJPക്ക് അടിമപ്പെട്ടതുകൊണ്ടാണ് എന്നായിരുന്നു CPIMൻ്റെയും CPIയുടെയും വലിയ തരത്തിലുള്ള ആരോപണം. അതേസമയം ആ കാര്യം കണക്കിലെടുത്തുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും ദേശീയ ഗീതം, അതായത് വന്ദേമാതരം, പ്രധാനപ്പെട്ട 4 വരികളിൽ ചുരുക്കി. അത് മറ്റൊരു വിവാദമായി മാറി. ആ വിവാദം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗവർണറും BJPയുമാണ്. പണ്ടൊന്നും കേൾക്കാത്ത തരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ബഡ്ജറ്റ് അവതരണ വേളയിലും ഒപ്പം തന്നെ സത്യപ്രതിജ്ഞാവേളയിലുമൊക്കെ ഉയർന്നു കേൾക്കുന്നത്. സാധാരണ ചടങ്ങുകൾ പോലെ അന്നൊക്കെ സത്യപ്രതിജ്ഞയും ബഡ്ജറ്റ് അവതരണവുമൊക്കെ നടക്കുമായിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റ് അവതരണത്തിനും സത്യപ്രതിജ്ഞയ്ക്കുമൊക്കെ പൊടിപ്പും തൊങ്ങലും കൂട്ടാൻ വേണ്ടി ഓരോ രീതിയിൽ ഓരോ ആചാരങ്ങൾ എത്തുമ്പോഴാണ് വിവാദങ്ങളും ഒത്തുചേരുന്നത്, അല്ലെങ്കിൽ ഒപ്പം കൂടുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന വേളയിൽ വന്ദേമാതരത്തിൻ്റെ പൂർണ്ണതോതിൽ ആലപിക്കാതിരുന്നത് വലിയ തരത്തിലുള്ള വിഷയമാക്കി മാറ്റുകയാണ് BJP ഇപ്പോൾ. അതായത് CPIMനും ജമാഅത്തെ ഇസ്ലാമിക്കും സംസ്ഥാന മന്ത്രിസഭ കീഴടങ്ങി എന്നാണ് BJPയുടെ ഇപ്പോഴത്തെ ആരോപണം. ദേശീയ ഗീതം, അതിൽ രാഷ്ട്രീയമില്ല, മതമില്ല എന്നൊക്കെയാണ് BJP വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപനം പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ പ്രതികരണവുമായി ഗവർണറും തൊട്ടു പിന്നാലെ നിയമസഭയിലെ അംഗങ്ങളും BJP അംഗങ്ങളും എത്തിയത്. ഗവർണറുടെ ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ലോക്ഭവനിൽ നിന്നും കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു വന്ദേമാതരം പൂർണ്ണതോതിൽ ചൊല്ലണമെന്ന്. പക്ഷേ വന്ദേമാതരത്തിൻ്റെ ആദ്യ വരികൾ മാത്രമാണ് ചൊല്ലിയത്. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല പ്രശ്നങ്ങൾ. പോലീസ് ബാൻഡായിട്ടാണ്, അല്ലെങ്കിൽ പോലീസ് ബാൻഡാണ് വന്ദേമാതരം അവതരിപ്പിച്ചത്. അതും ശരിയായ രീതിയല്ല എന്ന് ലോക്ഭവൻ പറയുന്നു. അപ്പോൾ ഈ ചടങ്ങുകൾക്കൊക്കെ തന്നെ വീഴ്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് ലോക്ഭവൻ്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ കണ്ടെത്തൽ. ലോക്ഭവൻ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുന്നില്ല എന്ന് തന്നെയാണ് പരാതി. പ്രത്യേകിച്ചും ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ. ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ വന്ദേമാതരം പൂർണ്ണമായും ചൊല്ലണം എന്ന് കൃത്യമായി നിഷ്കർഷിച്ചുകൊണ്ടുള്ള കത്ത് തന്നെ ലോക്ഭവൻ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് നൽകിയിരുന്നു, പ്രോട്ടോകോൾ ഓഫീസർക്കും നൽകിയിരുന്നു. പക്ഷേ അത് കൃത്യമായി പാലിച്ചില്ല എന്ന് ഗവർണർ തന്നെ പറയുന്നു. BJPയാണ് ഒരു പടി കൂടി മുന്നോട്ടെത്തി രാഷ്ട്രീയപരമായി വിവാദത്തെ ഉയർത്തി കാണിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്കും ഒപ്പം തന്നെ CPIMനും കീഴടങ്ങിയത് കൊണ്ടാണ് കോൺഗ്രസ് മന്ത്രിസഭ ഇത്തവണ വന്ദേമാതരം പൂർണ്ണതോതിൽ ചൊല്ലാതെ പിന്മാറിയതെന്ന് പറയുന്നു. എന്തായാലും ഒരു കാര്യം BJP പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റെ ആദ്യകാല യോഗങ്ങളിലൊക്കെ വന്ദേമാതരം പൂർണ്ണതോതിൽ ചൊല്ലിയിരുന്നുവെന്ന്. എന്തായാലും വന്ദേമാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തെക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും ചൂടുപിടിക്കുകയാണ്. തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞാ വേളയിലും ഇതുതന്നെയായിരുന്നു വിഷയം. ഗവർണർ പങ്കെടുത്ത സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണതോതിൽ ചൊല്ലി എന്നുള്ളത് അവിടെയും ശക്തമായി വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചു, പ്രത്യേകിച്ചും DMK. അതുപോലെ തന്നെ കേരളത്തിലും ഇത് വലിയ വാദപ്രതിവാദമായി മാറുകയാണ്. എന്തായാലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വലിയ ഇടപെടലുകൾ ഒന്നും തന്നെ ഗവർണർ നടത്തിയില്ല. എഴുതി കൊടുത്ത കാര്യങ്ങളെല്ലാം കൃത്യമായി അദ്ദേഹം വായിച്ചു. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഒരു പക്ഷേ ഈ വന്ദേമാതരം പൂർണ്ണതോതിൽ ചൊല്ലാത്തതിനാൽ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗം ടേബിൾ ചെയ്തിട്ട് പുറത്തേക്ക് പോകുമോ എന്നൊക്കെ ആലോചിച്ചവരുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഗവർണർ അദ്ദേഹത്തിൻ്റെ കടമ നിറവേറ്റിയാണ് പുറത്തേക്ക് പോയത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഗവർണറുടെ പരിഭവം അദ്ദേഹം കൃത്യമായി സ്പീക്കറെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു പ്രോട്ടോകോൾ ലംഘനം കൂടി ഉണ്ടായത്. DGP ഗവർണർക്കും മുഖ്യമന്ത്രിക്കുമൊപ്പം നിയമസഭയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ DGP അതിന് ക്ഷമ പറഞ്ഞ് പിന്മാറുകയും ചെയ്തു. എന്തായാലും നയപ്രഖ്യാപനം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായുള്ള ചർച്ചകൾ കൊടുമ്പിരിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്.
സർക്കാരിന് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ തൃപ്തികരമായ തരത്തിൽ തന്നെ നയപ്രഖ്യാപന പ്രസംഗം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിലാണ് മുഖ്യമന്ത്രിക്ക് സംതൃപ്തി. അധികാരമേറ്റ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതാണ് നയപ്രഖ്യാപനമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വിലയിരുത്തൽ. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ബഡ്ജറ്റിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അന്നും ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമോ, വന്ദേമാതരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ വിഷയങ്ങളും, പ്രത്യേകിച്ചും വന്ദേമാതരം പോലുള്ള വിഷയങ്ങളൊക്കെ വലിയ തരത്തിൽ ചർച്ചയാക്കി മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.